ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് മാർച്ച് മാസം 8-ാം തീയതി ശനിയാഴ്ച, നോമ്പിൽ 4-ാം ദിനം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. For once you were full of darkness, but now you have a light from the Lord. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇന്നത്തെ നമ്മളുടെ ചിന്താവിഷയം ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. വേദപുസ്തകത്തിൻ്റെ വിവരണങ്ങളിൽ ചില ഡൈക്കോട്ടമികളെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. എന്താണ് ഈ ഡൈക്കോട്ടമി അല്ലെങ്കിൽ ദ്വന്ദ്വം എന്ന് ചോദിച്ചാൽ, ചില യാഥാർത്ഥ്യങ്ങളെ, ചില വസ്തുതകളെ വിവരിക്കുവാനായി രണ്ട് തലങ്ങളെ ഉപയോഗിക്കുന്നു എന്നതാണ്. ഉദാഹരണത്തിന് കയറ്റം, ഇറക്കം, കറുപ്പ്, വെളുപ്പ്. ഇവിടെ നാം കാണുന്നത് ഇരുട്ടും വെളിച്ചവും. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ യവന തത്വചിന്തയുടെ സ്വാധീന ഫലമായി രൂപപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് തന്നെ അക്കാലത്തിൽ ഏറ്റവും അധികം മഹത്തായ ചിന്തകളെ കേൾവിക്കാരിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിനും ആളുകൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു ഉപാധിയായി പല ഗുരുക്കന്മാരും അതിനെ ഉപയോഗിച്ചു വന്നു. ഇവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇരുട്ടും വെളിച്ചവും എന്ന രണ്ട് പദങ്ങളിലൂടെ ചില കാര്യങ്ങളെ തൻ്റെ പ്രിയപ്പെട്ടവരോട്, എഫേസ്യ ജനതയോട് പറയുവാനായി ആഗ്രഹിക്കുന്നു. ഇരുട്ട് എന്ന മാധ്യമം നമുക്ക് ഏവർക്കും പരിചിതമായ ഒന്നാണ്. പലപ്പോഴും ഒരു ഭയത്തിൻ്റെ അനുഭവമാണ് ഇരുട്ട് നമുക്ക് നൽകുന്നത്. എന്നാൽ ഇരുട്ട് എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ അഭാവം മാത്രമല്ല, സത്യത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും വേറിട്ട് നിൽക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പാണത്. മറുഭാഗത്ത് വെളിച്ചം ഒരു വലിയ സജീവ ശക്തിയായി നിൽക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യമോടെയുണ്ട്, അറിവുണ്ട്, സ്നേഹമുണ്ട്, വീണ്ടെടുപ്പുണ്ട്. ഇതൊന്നും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. ശരിക്കും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകത ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ്. നാം ഈ വേദഭാഗത്തെ സൂക്ഷ്മമായി വായിക്കുമ്പോൾ വേദപുസ്തകം നൽകുന്ന ആത്യന്തികമായ ഒരു ചിന്ത എന്ന് നമുക്ക് മനസ്സിലാകും. ഇരുട്ട് പാപത്തെയും അജ്ഞാനത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ യവന തത്വചിന്തയിൽ ഇരുട്ട് ആത്മാവിൻ്റെ അറിവില്ലായ്മയാണ്. ബുദ്ധമതത്തിൽ ഇരുട്ട് മോഹമാണ്. സത്യത്തെ തിരിച്ചറിയാൻ കഴിയാത്ത മനസ്സിൻ്റെ തീവ്രമായ അവസ്ഥയെ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. ഭാരതീയ തത്വചിന്തയിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു തലം പറയുന്നു. അവിദ്യ എന്നാണ് പറയുന്നത്. ഒരു ആത്മീയ ഇരുട്ട്, ജ്ഞാനമില്ലാത്ത, ജ്ഞാനരഹിതമായ അവസ്ഥയെക്കുറിച്ച് അവിടെ വിവരിക്കുക. ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞനായിരുന്ന പ്ലേറ്റോ തൻ്റെ റിപ്പബ്ലിക് എന്ന ഗ്രന്ഥത്തിൽ അലിഗറി ഓഫ് കേവ് എന്ന് പറയുന്ന ഒരു ഉപമ പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് പറയുന്നത്? ഈ ഗുഹയിൽ മനുഷ്യർ ജന്മനാ കെട്ടുപിടിച്ചിരിക്കുകയാണ്. അവർക്ക് പുറത്തുനിന്നുള്ള വെളിച്ചം കാണാനാവില്ല. അവർക്ക് ചില പ്രതിഫലനങ്ങൾ മാത്രമേ കാണാനാവുകയുള്ളൂ. ഒരിക്കൽ ആ ഗുഹ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ആ മനുഷ്യൻ വെളിച്ചത്തെ യഥാർത്ഥമായി തിരിച്ചറിയും. പക്ഷേ ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. പക്ഷേ പിന്നീട് ആ യാഥാർത്ഥ്യത്തെ ശരിയായി ഉൾക്കൊള്ളുന്നു. ഇതുപോലെ സത്യത്തെ അറിയുന്നതിന് മുമ്പ് അജ്ഞാനത്തിൻ്റെ ഇരുട്ടിലാണ് മനുഷ്യൻ എക്കാലവും ജീവിക്കുന്നത്. പൗലോസ് പറയുന്നു, ക്രിസ്തുവെന്ന സത്യവെളിച്ചത്തിലൂടെ മാത്രമേ അവൻ അതിൽ നിന്ന് പുറത്തു വരികയും ദൈവ വെളിച്ചം അനുഭവപ്പെടുകയും ചെയ്യുകയുള്ളൂ. സെയിൻറ്റ് അഗസ്റ്റിൻ കുറച്ചുകൂടി വിശാലമായി അതിനെ പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ മനുഷ്യൻ തൻ്റെ ഉള്ളിലെ ഇരുട്ടിൽ അകപ്പെടും.
തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അജ്ഞാനവും പാപം നിറഞ്ഞ കാലഘട്ടത്തെ അദ്ദേഹം പറയുന്നത് ആത്മീയമായ സ്പിരിച്വൽ നൈറ്റ് എന്നാണ് അതിനെ, ആത്മീയ രാത്രികാലം എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ക്രിസ്തുവിൽ ഒരു തിരിച്ചറിവ് ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആത്മീയ പുലരിമഞ്ഞിൽ മാറി വന്ന വെളിച്ചം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മുന്നേ ഞാൻ നിന്നെ പുറത്ത് അന്വേഷിച്ചു, പക്ഷെ നീ എൻ്റെ ഉള്ളിൽ വെളിച്ചമായി തെളിഞ്ഞു എന്ന് പറഞ്ഞാണ് ആ ഭാഗം സെയിൻറ്റ് അഗസ്റ്റിൻ അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇരുട്ടിനും വെളിച്ചത്തിനും ഇടയിൽ സഞ്ചരിക്കുന്നതാണ്. ഇരുട്ടൊരു ഭൗതിക അവസ്ഥ മാത്രമല്ല, മറിച്ച് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അവസ്ഥ കൂടെയാണ്. 3 തരത്തിലുള്ള ഇരുട്ടുകൾ നമ്മളെ ബാധിക്കാം. ഒന്ന് ആത്മീയ ഇരുട്ട്, ദൈവത്തെ അറിയാതെയുള്ള മനുഷ്യൻ്റെ വ്യർത്ഥാവസ്ഥയാണത്. 2 ബൗദ്ധികമായ ഇരുട്ട്, അറിവിൻ്റെയും സത്യത്തിൻ്റെയും അഭാവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. 3 ആന്തരികമായ ഇരുട്ട്, ഉദ്ദേശരഹിതമായ ഒരു ജീവിതം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഇരുട്ട് വരുന്നത്. വെളിച്ചം ലോകത്തിലേക്ക് വന്നപ്പോഴും മനുഷ്യരുടെ പ്രവൃത്തികളെ ദുഷിച്ചിരുന്നതുകൊണ്ട് ഇരുട്ടിനേക്കാൾ അവർ വെളിച്ചത്തെ അധികം പ്രിയപ്പെട്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇത്തരം അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കുവാനായി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് വെളിച്ചം. ശരിക്കും വെളിച്ചം ഒരു ഉണർവിൻ്റെ അടയാളമാണ്, ദൈവത്തിൻ്റെ വരദാനമാണ്. യേശു കർത്താവ് തന്നെ പറയും, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. സത്യത്തെ നാം ഉൾക്കൊള്ളുമ്പോൾ യഥാർത്ഥമായ മനസ്സിൻ്റെ തെളിച്ചത്തിലേക്കും ജീവിതത്തിലേക്കും ആ വെളിച്ചം കടന്നു വരികയാണ്. അറിവിൻ്റെ അഭാവം ഒരു പക്ഷേ മനുഷ്യൻ്റെ മനസ്സിനെ ഇരുട്ടിലാക്കാം. ദൈവവചനത്തിൻ്റെ ആഴം മനസ്സിലാക്കുമ്പോൾ ആത്മാവിൽ വെളിച്ചം തെളിയും. ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചവും കൂടെ നാം കരഗതമാക്കേണ്ടതുണ്ട്. വിശ്വാസം നിലനിൽക്കുമ്പോൾ ഇരുട്ട് നമ്മളെ ബാധിക്കില്ല. വിശ്വാസം വെളിച്ചമായി തെളിയുമ്പോൾ ഭയം പിൻപോട്ട് പോകും. അതുകൊണ്ട് അറിവിൻ്റെ വെളിച്ചത്തെ നമ്മൾ സ്വീകരിക്കണം. ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. ജീവിതത്തിൻ്റെ പാതകളെ മാറ്റണം. പാപത്തിൽ നിന്ന് നീതിയിലേക്ക് വഴിതിരിയേണ്ടതുണ്ട്. ഒപ്പം വെളിച്ചത്തിൻ്റെ സാക്ഷികളുമാകുക. ദൈവമെന്ന ജ്ഞാനത്തിൻ്റെ, നീതിയുടെ, സത്യത്തിൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്കും പ്രതിഫലിപ്പിക്കുവാനും നമുക്ക് സാധ്യമാകണം. പ്രിയപ്പെട്ടവരെ, വെളിച്ചം ദൈവത്തിൻ്റെ ആത്യന്തികമായ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന് അനുഗാമികളായ നാം ഓരോരുത്തരും അതിൽ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ, അവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതം വെളിച്ചം നിറഞ്ഞതാകട്ടെ. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുക. ഇരുണ്ട കാലഘട്ടം എപ്പോഴും അവ്യക്തതയും ലക്ഷ്യബോധമില്ലായ്മയും ജീവിതത്തിന് തകർച്ചയും സംഭവിക്കുന്ന നിമിഷങ്ങളാണ്. വെളിച്ചം നിന്റെ മുമ്പിലുണ്ട്, നീ അത് കണ്ണു തുറന്ന് കാണുക. അത് വചനമാകുന്ന വെളിച്ചമാണ്, ദൈവം പകരുന്ന വെളിച്ചമാണ്. ദൈവ വഴികളിൽ ആ വെളിച്ചത്തിൽ നടക്കുമ്പോൾ ഇരുട്ടിനെ ഭേദിക്കുകയും ഇരുട്ടിൻ്റെ വ്യർത്ഥാവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാനും വെളിച്ചത്തിൻ്റെ നിറവിൽ നിൽക്കുവാനും നമുക്ക് സാധ്യമാകും. അതിനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇരുട്ടിൻ്റെ ക്ഷണികതയിൽ നിന്നും വെളിച്ചത്തിൻ്റെ സാധ്യതകളിലേക്ക് നീ ഞങ്ങളെ കൈപിടിച്ചാനയിക്കണമേ. ഈ നോമ്പുകാലം ഞങ്ങളെ തന്നെ ഒന്ന് പുനർവിചനം ചെയ്യുവാൻ അവിടുന്ന് അനുവദിക്കണം. ഞങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളായി നിന്നോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. തുടർന്നും ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.